E20 പെട്രോളുകൾ വില്ലനാവുമെന്നാണ്. എനിക്ക് ചെയ്യാൻ പറ്റിയ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി ഡെയിലിയൊക്കെ എടുക്കുക. പിന്നെ ഈ 50-100 അടിക്കുന്ന മാറ്റിയിട്ട് ഒരു 100-150 പെട്രോൾ എപ്പോഴും ഇട്ടേക്കുക. ഫുൾ ടാങ്ക് അടുപ്പിച്ച് ഫ്യൂൽ എപ്പോഴും കീപ്പ് ചെയ്യാവുന്നതാണ്. അപ്പം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങളെ ടാങ്കിലുണ്ടാകുന്ന റെസ്റ്റ് നിങ്ങൾക്ക് ഒഴിവാക്കാം. പക്ഷേ നിങ്ങളുടെ ഫ്യൂവലൻസി ഉണ്ടാകുന്ന ഡാമേജ് ഒരിക്കലും നിങ്ങൾക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും ലീക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ 1300 രൂപയ്ക്ക് ഇതിൽ എണ്ണ അടിച്ചിട്ടുണ്ടെങ്കിൽ ആ ഫ്യൂൽ മൊത്തം അതുവഴി ഒഴിച്ച് പോകും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഫ്യൂൽ ലൈൻസൊക്കെ നിങ്ങൾക്ക് E20 കോമ്പാറ്റബിൾ ആയിട്ടുള്ള വണ്ടികളായിട്ട് നിങ്ങൾക്ക് സ്വാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നം ഒഴിവാക്കാൻ പറ്റും. എത്രത്തോൾ കണ്ടന്റ് ഇല്ലാത്ത പെട്രോൾ ഇല്ലെന്ന് തന്നെ പറയാം. ഉണ്ട്, ഈ SP100 പോലെയുള്ള പെട്രോളിലൊക്കെ എത്രത്തോളം കണ്ടന്റ് ഇല്ല. പക്ഷേ അത് വാങ്ങിക്കണമെങ്കിൽ 1 ലിറ്ററിന് 160 രൂപ അടുപ്പിച്ചാവും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ കാര്യം എന്ന് വെച്ചാൽ വണ്ടി എപ്പോൾ സർവീസ് ചെയ്താലും ഈ ഒരു ഫ്യൂൽ ലൈൻസൊക്കെ റബ്ബർ ഹോസസ് ആണ്, അതിനൊന്നും വലിയ റേറ്റൊന്നും ഇല്ല. അപ്പോൾ ഓരോ സർവീസിലും അതൊന്ന് പുതിയത് വാങ്ങിച്ചിട്ട് കഴിഞ്ഞാൽ ഏകദേശം നിങ്ങൾക്ക് ആ ഒരു ലീക്കൊക്കെ പരിഹരിക്കാം. പിന്നെ ഫ്യൂൽ ലൈൻസൊക്കെ എനിക്ക് എൻ്റെ വണ്ടി മാറ്റണമെന്നുണ്ട്. പിന്നെ ഏതൊരു കാര്യം എടുത്താലും ആദ്യമേ ബലിയാടാവാൻ വേണ്ടി ആ കാര്യം ചെയ്തു വയ്ക്കാൻ ആരെങ്കിലും കാണും. അപ്പോൾ ആ ഒരു ബലിയാടായിട്ട് മാറാൻ വേണ്ടി എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ ആദ്യമേ ആ ഫ്യൂൽ ലൈൻസൊക്കെ മാറ്റി ചെയ്യാത്തത്. ആരെങ്കിലുമൊക്കെ ഒന്ന് ചെയ്തതിന് ശേഷം പിന്നെ ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. കാരണം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു പ്രശ്നം കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്തേക്ക്. എനിക്ക് എന്തായാലും ഇതുവരെ വലിയ പ്രശ്നമൊന്നും വന്നിട്ടില്ല. അപ്പോൾ ചെയ്യാൻ പറ്റിയ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓടുന്ന വഴിക്ക് ഓടുക, പണിയാകുമ്പോഴത്തേക്ക് അയച്ച് പണിയുക.